ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാറോ. ഓക്കെ, നാളേക്ക് എല്ലാവരും വിഷുവിനൊക്കെ റെഡി ആവുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നാളെ റീഡിംഗ് ഇടാൻ പറ്റുമോ നോക്കാം. ലെറ്റ്സ് സീ. ഓക്കെ, ഞാൻ ഉറപ്പ് പറയുന്നില്ല. എന്തായാലും ഇത് വിഷുവിൻ്റെ ഒരു റീഡിംഗ് ആയിട്ട് തന്നെ കണക്കാക്കിക്കോളും. ഓക്കെ, നമുക്ക് എന്തായാലും ആക്ച്വലി യെസ് അങ്ങനെ തന്നെ ഇട്ടേക്കാം ഞാൻ, കാരണം നാളെ ചെയ്യുമോ എന്നുള്ളത് എനിക്ക് ഉറപ്പില്ല. സോ ഒരു കാര്യം ചെയ്യാം, ഇന്നിപ്പോൾ വിഷുവിൻ്റെ റീഡിംഗ് ആയിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, ഈ വിഷുക്കാലം ഓക്കെ നമ്മൾ ഓൾറെഡി ഞാൻ 2 ദിവസം മുമ്പ് ഞാൻ ചെയ്തു ചില ബ്ലെസ്സിങ്സിനെ കുറിച്ച്, എന്താണ് നല്ലത് വരാൻ പോകുന്നതെന്ന്. ബട്ട് എന്നാലും ഒരു ഡീറ്റെയിൽ റീഡിംഗ് ആയിട്ട് കൂടി എടുത്തേക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഈ വിഷുക്കാലത്തിലേക്കുള്ള യൂണിവേഴ്സ് തരുന്ന നിങ്ങളുടെ ഒരു ഗൈഡൻസ്, നിങ്ങൾക്കുള്ള മെസ്സേജ് ഓക്കെ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാൻ ഒറക്കിൾ ഡെക്ക് എടുത്ത് വെച്ചില്ല, അതും കൂടെ ഒന്ന് എടുക്കാം. ഓക്കെ, നമ്മുടെ യൂണിവേഴ്സ് ഓക്കെ ഈ ഒരു വിഷുക്കാലത്തിൽ നിങ്ങൾക്ക് എന്താണ് മെസ്സേജ് എത്തിക്കുന്നത്, അടുത്ത കുറച്ച് ദിവസങ്ങളെക്കുറിച്ച് യൂണിവേഴ്സ് അല്ലെങ്കിൽ ഈ വിഷുവിൻ്റെ അങ്ങോട്ട് നമുക്ക് എന്ത് മാറ്റങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. ഹെർമിറ്റ് കാണുന്നുണ്ട്, 10 of swords, page of swords, world card, death. ഓക്കെ, വിഷമിക്കൊന്നും വേണ്ട, ആരും ഒരു ടെൻഷനോ വിഷമോ ഒന്നും വേണ്ട. സി കാർഡ്സ് കാണുമ്പോൾ ഇവിടെ നിങ്ങൾ എപ്പോഴും റെഗുലറായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം അല്ലേ, ദറ്റ് ഇതൊക്കെ കുറച്ച് നെഗറ്റീവ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്കറിയാം. സോ പക്ഷെ പേടിക്കണ്ട. ഓക്കെ, സി ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു മാറ്റത്തിനെ കുറിച്ചാണ് ഇവിടെ എനിക്ക് കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷനെ കുറിച്ചാണ് കാണുന്നത്. ഇവിടെ ആദ്യം തന്നെ കാണുന്നത് എനിക്ക് നിങ്ങൾ ഒരല്പം ഒറ്റപ്പെട്ടിരിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരല്പം ഒറ്റപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നില്ല, നിങ്ങൾ ഉള്ളിലേക്ക് നോക്കാൻ തുടങ്ങുകയാണ്, നിങ്ങൾ അവനവൻ്റെ ഉള്ളിലേക്ക് നോക്കാൻ തുടങ്ങുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, നിങ്ങളോട് പറയുന്നത് അതാണ് യൂണിവേഴ്സ് പറയുന്നത്, ലുക്ക് ഇൻ ടു യുവർ സെൽഫ്, ലുക്ക് ഇൻസൈഡ് യുവർ സെൽഫ്. നിങ്ങളുടെ ഉള്ളിൽ ഓക്കെ പല കാര്യങ്ങളും നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രമിക്കാം. ഓക്കെ, അവനവൻ്റെ ഉള്ളിലേക്ക് നോക്കുക, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നിങ്ങൾക്ക് എന്താണ് വിഷമങ്ങൾ അല്ലെങ്കിൽ സങ്കടങ്ങൾ എന്താണ്, നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണ്, അതിനെയൊക്കെ നോക്കി നിങ്ങളോട് മനസ്സിലാക്കാനാണ് പറയുന്നത്. അവനവൻ്റെ ഉള്ളിലേക്ക് വെളിച്ചത്തിന് തിരിക്കുക. ഓക്കെ, അതാണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം. നിങ്ങളെക്കുറിച്ച് തന്നെ നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, ആൻഡ് അതിനുവേണ്ടി ഒരല്പം മേ ബി നിങ്ങൾ കുറച്ച് മെഡിറ്റേഷൻ, പ്രാർത്ഥന കാര്യങ്ങളൊക്കെ താല്പര്യമുള്ളവരൊക്കെ ചെയ്യുക. സോ അതിൽ നിങ്ങൾക്ക് ഒരുപാട് ഗൈഡൻസ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഗൈഡൻസ് കിട്ടും. ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് നോളജ് ഉണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ആ നോളജ് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക പല കാര്യങ്ങളും. ഇവിടെ 10 of swordsഉം എൻഡിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. സോ ഒരു സമയത്തിൻ്റെ ഒരു അവസാനം, അല്ലെങ്കിൽ ഇവിടെ എനിക്ക് കാണുന്നത് നിങ്ങൾക്കൊരു വേദന ഉള്ള ഒരു കാര്യം, നിങ്ങൾക്ക് ഒരു വേദന കിട്ടിയതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഒരു എൻഡിങ് എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. സോ അത് നമ്മളുടെ ചിലപ്പോൾ ആരെങ്കിലും നിങ്ങളെ അടുത്തറിയുന്ന ആരെങ്കിലും ചിലപ്പോൾ ഒരു വേദന നിങ്ങൾക്ക് നൽകിയതായിരിക്കാം. ബട്ട് ആ വേദന ഓക്കെ നിങ്ങൾ ശരിക്കും ചില കാര്യങ്ങൾ തിരിച്ചറിവ്, അഗൈൻ ആ തിരിച്ചറിവ് കൊണ്ടുവരുന്നതാണ്. ചില സിറ്റുവേഷൻസ് അങ്ങനെയാണ്, നിങ്ങളുടെ ഉള്ളിലേക്ക് തിരിക്കും. ഓക്കെ, നിങ്ങളെ ആരെ ട്രസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ ആരെ വിശ്വസിച്ചു, അല്ലെങ്കിൽ ആർക്ക് വേണ്ടി നിങ്ങൾ എല്ലാം ചെയ്തു കൊടുത്തു. സോ ഇങ്ങനെ പല കാര്യങ്ങളും, അല്ലെങ്കിൽ എവിടെയാണ് നിങ്ങൾ എന്താണ് തെറ്റ് ചെയ്തത്, അല്ലെങ്കിൽ തെറ്റ് ചെയ്തു എന്ന് പറയുന്നില്ല, സോറി, നിങ്ങൾ എന്താണ് എവിടെ യുനോ പല കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കാനുണ്ട് ഇവിടെ. ഓക്കെ, സോ ചില കാര്യങ്ങൾ നിങ്ങൾ തിരിച്ചറിവ് കൊണ്ടുവരുമ്പോൾ ചില വേദനകൾ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ശരിക്കും നിങ്ങൾ വളരെയധികം വിശ്വസിച്ചിരുന്ന ഏതെങ്കിലും വ്യക്തികൾ ഓക്കെ നിങ്ങളെ ശരിക്കും ചതിച്ച രീതിക്ക് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. ചില എൻഡിങ്സ് നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. അതും വളരെ വേദന കിട്ടുന്ന തരത്തിൽ തന്നെയാണ്. ഓക്കെ, പക്ഷേ ഈ വേദനകൾ അഗൈൻ ഇവിടെ പേജ് ഓഫ് സോർട്സ് ക്ലാരിറ്റി കൊണ്ടുവരുന്ന കാര്യമാണ്. നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ട് ഈ വേദന എനിക്ക് വന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇന്ന കാര്യം സംഭവിച്ചു എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയും. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കാൻ തുടങ്ങും, ചില കാര്യങ്ങൾ ക്ലാരിറ്റി കിട്ടും, നിങ്ങൾക്ക് വ്യക്തത കിട്ടും നിങ്ങൾക്ക്. ഓക്കെ, സോ ഇവിടെ നമ്മൾ പറയുന്നത്, നിങ്ങളോട് പറയുന്ന ഒന്ന്, നിങ്ങൾ കാര്യങ്ങൾ നിങ്ങൾ തന്നെ അറിയാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടും, ക്ലാരിറ്റി വരും എന്നാണ് മനസ്സിലാവും നമുക്ക് എന്തുകൊണ്ട് ചിലത് സംഭവിച്ചു. ഓക്കെ, നമ്മൾ ഇതുവരെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടാവുക നിങ്ങളുടെ മനസ്സിൽ, എന്തുകൊണ്ടാണ് ചില കാര്യങ്ങൾ അവസാനിച്ചു പോയത്, എന്താണ് അവിടെ പറ്റിയത് എന്ന് നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ടാവില്ല. ബട്ട് അത് യെസ് നിങ്ങൾക്ക് തിരിച്ചറിയാൻ തുടങ്ങും. നിങ്ങളുടെ മനസ്സിലുള്ള ഒരു കൺഫ്യൂഷനൊക്കെ മാറി വരുന്ന രീതിയിലാണ് ചില ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടും, ചില ക്ലാരിറ്റി
ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും എന്നാണ്. എൻ്റെ ഇവിടെ വേൾഡ് ഉണ്ട്. സോ അഗൈൻ എൻഡിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ നിന്ന് അവസാനിച്ചു പോകുന്ന ഒരു കാര്യമാണ്. ആ അവസാനം പക്ഷേ ആ എൻഡിങ്ങിന് ശേഷം എപ്പോഴും ഇവിടെ വേൾഡ് എന്ന് പറയുമ്പോൾ ഒരു ന്യൂ ബിഗിനിങ് എന്നുകൂടിയാണ്. ചില റിയലൈസേഷൻസ് ആണ്, ചില കാര്യങ്ങൾ നമ്മുടെ സൈക്കിൾസ് ലൈഫിൽ നിന്ന് അവസാനിച്ചു പോകുന്നതാണ്. സോ ഈ എൻഡിങ് എന്ത് തന്നെയായാലും ഓക്കെ, അതിനുശേഷം ഒരു പുതിയ തുടക്കമുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇതിനെ നമ്മൾ എൻഡിങ് എന്ന് വിളിക്കും. ഇത് നമ്മൾ അതായത് ഒരു വേദനാജനകമായ ഒരു സിറ്റുവേഷൻ്റെ അവസാനമായിരിക്കും ഇത്. അതിനുശേഷം നിങ്ങൾക്കൊരു പുതിയ തുടക്കം എന്ന രീതിക്കാണ് നമ്മൾ എടുക്കാം. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് സക്സസ് വരുന്ന രീതിക്കാണ്, അല്ലെങ്കിൽ നിങ്ങൾ ലൈഫിനെ തന്നെ ഒരു പുതിയ രീതിയിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന പോലെയാണ് നമ്മൾ പറയുക. ശരിക്കും ചില തിരിച്ചറിവുകൾ വരുന്ന കാര്യം കൂടിയാണ്. ഓക്കെ, എവിടെയോ നമ്മൾ പറയില്ലേ ഒരു റിയലൈസേഷൻ നമ്മുടെ ഉള്ളിൽ. ഓക്കെ, ശരിക്കും അതായത് യൂണിവേഴ്സിനെയൊക്കെ മനസ്സിലാക്കുന്ന പോലെ, അല്ലെങ്കിൽ പോട്ടെ അതൊന്നും വേണ്ട, നിങ്ങൾ ശരിക്കും നിങ്ങളുടെ ലൈഫിനെ ഒരു ന്യൂ ബിഗിനിങ് കൊണ്ടുവരുന്ന രീതിക്കാണ്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ സൈക്കിൾ തുടങ്ങുന്ന പോലെയാണ്. കുറച്ച് സ്പിരിച്വൽ ആവുന്നുണ്ടാവും നിങ്ങൾ. ഓക്കെ, കാരണം ഹെർമിറ്റും നമ്മൾ കുറേയൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് നോക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ സ്പിരിച്വൽ ആവുന്ന കാര്യമാണ്. സോ എവിടെയോ ഐ തിങ്ക് നിങ്ങളുടെ ആ ഒരു സ്പിരിച്വാലിറ്റിയിൽ നിങ്ങൾ മേ ബി മുന്നോട്ട് കുറെ കൂടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും നിങ്ങളുടെ ലൈഫിൽ. അഗൈൻ ഇവിടെ ഡെത്ത് പറയുന്നത്, ഇവിടെ ഡെത്ത് മാത്രമല്ല, അത് എൻഡിങ് ആൻഡ് ന്യൂ ബിഗിനിങ് എന്നാണ് നമ്മൾ വിളിക്കുക. ഓക്കെ, ചില കാര്യങ്ങൾ അവസാനിക്കുന്നു, ബട്ട് ചിലത് തുടങ്ങുന്നു എന്നാണ്. ഓക്കെ, സോ ഈ 2-3 കാർഡ്സ് ഇവിടെ എനിക്ക് ഒരു എൻഡിങ്ങിനെ കുറിച്ച് വളരെയധികം സൂചിപ്പിക്കുന്നുണ്ട്. സോ ഈ ഒരു നിങ്ങൾ വിഷു എന്ന രീതിക്കല്ല പറയുന്നത്, ഞാൻ ഓവറോൾ ഇനി മുന്നോട്ട് നിങ്ങളുടെ ലൈഫിൽ ഓക്കെ ചില കാര്യങ്ങൾ അവസാനിച്ച് കാണാം ഓൾറെഡി. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് ഇനി നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു എന്നാണ് എനിക്ക് കാണുന്നത്. സോ ചേഞ്ചസിൻ്റെ കാര്യം ഇവിടെ വളരെ പ്രോമിനൻ്റ് ആയിട്ട് വരുന്നുണ്ട്. ചിലത് അവസാനിക്കും, നിങ്ങൾക്ക് വേദന തോന്നും, വിഷമം തോന്നും, ബട്ട് എപ്പോഴും നമുക്കതൊരു ന്യൂ ബിഗിനിങ് കൂടി കൊണ്ടുവരും എന്നുള്ളത് മനസ്സിലാക്കാം. എൻഡിങ്സ് ആൻഡ് ന്യൂ ബിഗിനിങ്സ് ആണ് ഇതിൽ മുഴുവൻ തീം. എനിക്ക് അതാണ് കാണുന്നത്, എൻഡിങ്സ് ആൻഡ് ന്യൂ ബിഗിനിങ്സ്. മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ ഇവിടെ അഗൈൻ ഇവിടെ എൻഡിങ് പറഞ്ഞു. ഇവിടെ ആക്ച്വലി ഇതൊരു കർമ്മയുടെ എൻഡിങ് കൂടിയാണ്, ഒരു കർമ്മ ഫേസിൻ്റെ ഒരു എൻഡിങ് കൂടി പറയാം. ഓക്കെ, നിങ്ങൾക്ക് നല്ലതല്ലാതിരുന്ന കാര്യങ്ങൾ ഓക്കെ നമ്മൾ മാറ്റിയെടുക്കുക, പഠിച്ചിട്ട് അതിൽ നിന്ന് മാറുക. ഓക്കെ, നമ്മൾ സ്വയം മാറുക, അല്ലെങ്കിൽ സിറ്റുവേഷൻസ് മാറുക എന്ന രീതിക്കാണ്. ചേഞ്ചസ് വരികയാണ് ഇവിടെ, ട്രാൻസ്ഫോർമേഷൻസ് വരികയാണ്. അത് ആദ്യം നിങ്ങളുടെ ഉള്ളിലാണ് ആ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കേണ്ടത്. അതിനാണ് നിങ്ങളോട് അവനവൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറയുന്നത്. എന്തെങ്കിലും ഇങ്ങനെ വിഷമങ്ങൾ, വേദനകൾ വരുമ്പോൾ നിങ്ങൾ അവനവൻ്റെ ഉള്ളിലേക്ക് തിരിയുക. ഓക്കെ, നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് നിങ്ങളൊന്ന് നന്നായിട്ടൊന്ന് ഇരുന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. സോ ദാറ്റ് വിൽ ബ്രിങ് ക്ലാരിറ്റി. ആക്ച്വലി നിങ്ങൾക്കത് ക്ലാരിറ്റി കൊണ്ടുവരും. അഗെയിൻ സൺ, വാവ്, ബ്യൂട്ടിഫുൾ, വെരി നൈസ്. 6 of swords, very nice. Again Knight of Wands, good. 2 of Cups, wow. Beautiful. Again ഒരു കാർഡ് കൂടി, wow, സന്തോഷമായി, എനിക്ക് സന്തോഷമായി, വളരെ സന്തോഷമായി. See again 5 of Swords. ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കോൺഫ്ലിക്റ്റ് നിങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ ആ കോൺഫ്ലിക്റ്റിൻ്റെയൊക്കെ എന്താണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ആരോടെങ്കിലും എന്തെങ്കിലും വഴക്കോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അത് സോൾവ് ആവുന്ന രീതിക്കായിരിക്കാം, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ അതിന് ശേഷം അവസാനിച്ച് പോകുന്നുണ്ടാവും. ബട്ട് അവസാനങ്ങളും അഗൈൻ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു നമ്മൾ പിക്ചർ നോക്കുകയാണെങ്കിൽ, ബാക്കി കാർഡ് ടാരോവിനെ കുറിച്ചൊക്കെ വിട്ട് കളയും. ഇവിടെ നമ്മൾ ഈ പിക്ചർ നോക്കുമ്പോൾ ഇവിടെ നമ്മൾ ദ്രൗപദിയുടെ കഥ അല്ലേ, ദ്രൗപദിയുടെ വസ്ത്രാക്ഷേപം നടക്കുന്ന സമയത്ത് ഈ സാരി ഇങ്ങനെ അവർ ഡ്രസ്സ് വലിച്ചഴിക്കാൻ ശ്രമിക്കുമ്പോൾ കൃഷ്ണൻ ഭഗവാൻ വന്ന് സഹായിച്ചു എന്നല്ലേ. സോ അതിന് എന്തുണ്ടാവുമെന്ന് ശരിക്കും ഞാൻ ഈ ഒരു റെപ്രസെൻറ്റേഷൻ പറയാൻ ശ്രമിക്കുകയാണ്. ഇവിടെ അത് തുണി വലിച്ചുകൊണ്ടിരിക്കും തോറും അത് അവസാനിച്ചില്ല അല്ലേ. ഒന്ന് യെസ് നമുക്ക് ഇങ്ങനെ പറയാം, ദാറ്റ് ഭഗവാൻ നിങ്ങളെ സംരക്ഷിക്കുന്നുണ്ട് എന്ന രീതിക്ക്. എന്ത് തന്നെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിൽ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സംരക്ഷണം ഉണ്ടാകും. നിങ്ങൾ ദൈവത്തിനെ വിളിച്ചാൽ മതി, അത്രേ വേണ്ടൂ. ഓക്കെ, നിങ്ങൾ ദൈവത്തിനെ വിളിക്കുക, പ്രാർത്ഥിക്കുക, എപ്പോഴും ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്കുണ്ട് എന്ന രീതിക്കാണ്. എന്ന് മാത്രമല്ല എനിക്ക് തോന്നുന്നത് എവിടെയോ എനിക്കൊരു നെവർ എൻഡിങ് എന്നുള്ളൊരു കാര്യം എനിക്ക് പെട്ടെന്ന് ഫീൽ ചെയ്തു. സോ എവിടെയോ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും പ്രോബ്ലം വരുന്നുണ്ടെങ്കിൽ തന്നെ ഓക്കെ അത് ഒരു അവസാനമായിട്ട് നിങ്ങൾ കരുതണ്ട. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ വീണ്ടും വേറെ നല്ലത് വന്നുകൊണ്ടിരിക്കും എന്ന രീതിക്ക് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കാം. അഗൈൻ ഇവിടെ ഞാൻ ഇവിടെയൊക്കെ എൻഡിങ്ങിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. ഇതിൽ നോക്കൂ, ഈ റോ ഫുള്ള് നിങ്ങൾക്ക് വളരെ പോസിറ്റീവാണ് വന്നിട്ടുള്ളത്. സോ യെസ്, ചില എൻഡിങ്സ് ഉണ്ട്. ആ എൻഡിങ്സ് നിങ്ങൾക്ക് ആവശ്യമാണ്. ബിക്കോസ് നിങ്ങളുടെ ലൈഫ് ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരുന്നാൽ നിങ്ങളൊരു നല്ല ഒരു ഫ്യൂച്ചർ അല്ല നിങ്ങൾക്ക് വരുന്നത്. അതുകൊണ്ട് ഇത് യൂണിവേഴ്സായിട്ട് ചില കാര്യങ്ങൾ അവസാനിപ്പിക്കുന്ന രീതിക്കാണ് കാണുന്നത്. ചിലത് അവസാനിക്കുന്നുണ്ടെങ്കിൽ അത് യെസ് നിങ്ങളുടെ ലൈഫിൽ നല്ലതായിരുന്നില്ല, യൂണിവേഴ്സായിട്ട് അതിനെ വെട്ടിമാറ്റുന്ന ഒരു എനർജി ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം. ആൻഡ് ഇവിടെ സണ്ണാണ്. സോ ഒരു പോസിറ്റീവ് സൈനാണ് നമുക്ക് കിട്ടുന്നത്. അതിനുശേഷം നിങ്ങൾ വളരെയധികം നിങ്ങൾക്ക് ക്ലാരിറ്റി വളരെയധികം നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവാൻ തുടങ്ങും. ആൻഡ് അത് മാത്രമല്ല ഇവിടെ നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നതും സന്തോഷമായിട്ട് ഫീൽ ചെയ്യുന്നതുമാണ് കാണുന്നത്. നിങ്ങളുടെ ലൈഫിലേക്ക് സന്തോഷം വരുന്നു എന്നാണ് എനിക്ക്. എന്ത് തന്നെ ഈ ഒരു ഡാർക്ക് പീരീഡ് നിങ്ങളുടെ ലൈഫിൽ കടന്നു പോയാലും അതിനുശേഷം ഒരു ന്യൂ ബിഗിനിങ് ഇവിടെ സ്റ്റാർട്ട് ആവുകയാണ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പുതിയ തുടക്കം, ഒരു സന്തോഷം, അല്ലെങ്കിൽ എന്ത് തന്നെയായാലും സക്സസ്. ഓക്കെ, നിങ്ങൾക്ക് ഓവറോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വളരെയധികം നിങ്ങൾ പോസിറ്റീവായിട്ട്
ആയിട്ടൊരു ഫീലിംഗ് ഒക്കെ നിങ്ങൾക്ക് വരാൻ തുടങ്ങും. അതിൻ്റെ ഇവിടെ 6 ഓഫ് സോഡ്സ് നമ്മൾ മുന്നോട്ട് ആക്ച്വലി ലൈഫ് കൊണ്ടുപോകുന്നതാണ്. അതായത് നമ്മൾ പറയുന്നത് ഒരു സ്മൂത്തായിട്ട് കാര്യങ്ങൾ പോവുക, സമാധാനം കിട്ടുക എന്ന രീതിക്കൊക്കെയാണ്. CS ഇവിടെ പ്രത്യേകിച്ചും ഇത് നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് ആരെങ്കിലും ഉണ്ടാവും എന്നുമാണ് കാണുന്നത്. ഓക്കെ, അതായത് നിങ്ങൾ പാസ്റ്റിൽ അനുഭവിച്ച വിഷമങ്ങളിൽ നിന്ന് ഓക്കെ, ഇവിടെ മെയിനായിട്ട് പറയുന്നത് ലൈഫിൽ എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും ഓക്കെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു സൊല്യൂഷൻ കിട്ടാൻ തുടങ്ങും. അതിനൊരു നമ്മൾ പറയില്ല, ഒരുപാട് നമ്മൾ സ്ട്രെസ്സൊക്കെ അനുഭവിച്ച സമയത്തിൽ നിന്ന് നമ്മളൊരു സ്മൂത്ത് ആയിട്ടുള്ള സമയത്തിലേക്ക് മൂവ് ചെയ്യുക എന്നാണത് പറയുക. സോ പാസ്റ്റിൽ എന്ത് വിഷമങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിലും എന്ത് സങ്കടങ്ങൾ നിങ്ങളെ തകർത്തിട്ടുണ്ടെങ്കിലും എല്ലാം മുന്നോട്ട് നിങ്ങൾക്ക് ഒരു സപ്പോർട്ടും ഉണ്ടാവും, ആരെങ്കിലും നിങ്ങളെ സഹായിക്കാനും ഉണ്ടാവും, പ്ലസ് നിങ്ങൾക്ക് മുന്നോട്ടൊരു പീസ്ഫുള്ളായിട്ട് ശാന്തമായിട്ട് ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ആൻഡ് ഇവിടെ നൈറ്റ് ഓഫ് വോൺസ് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് കിട്ടുന്നതായിട്ടും, അത് ഐ തിങ്ക് നമ്മൾ 2 ദിവസം മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു. സോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ആക്ഷൻ എടുക്കുന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഓഫർ വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ തുടങ്ങുന്നതായിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് കുറച്ചുകൂടി ആക്ച്വലി മെയിനായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ഫീൽ ചെയ്യും. ഓക്കെ, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഉള്ള ഒരു ഐഡിയാസും ഇൻസ്പിറേഷനും ഒക്കെ നിങ്ങൾക്ക് വരും. അത് വളരെ നല്ലതാണ്. സോ നൈറ്റ് ഓഫ് വോൺസ് എനർജി ഉണ്ട് ഇവിടെ. നമ്മൾ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്ന രീതിയിലാണ്. സോ അത് നല്ലൊരു കാര്യമാണ്. സോ എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾക്ക് മുന്നോട്ട് എന്ത് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിലും ശരി, അതൊക്കെ ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് ശ്രമിക്കാം. എൻ്റെ ഇവിടെ 2 of Cups ആണ്. ഓക്കെ, സോ കുറച്ച് പേർക്ക് നിങ്ങളുടെ ലൈഫിലൊരു പാർട്ട്ണർ വരുന്ന പോലെ, ഓക്കെ ഒരു ലൈഫ് പാർട്ട്ണർ ആയിരിക്കാം, മാരേജ് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ജസ്റ്റ് ഒരു നല്ലൊരു ഫ്രണ്ടായിരിക്കാം, സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. ആക്ച്വലി ഇവിടെയും ഞാൻ പറഞ്ഞു നിങ്ങൾക്കൊരു സപ്പോർട്ട് തീർച്ചയായിട്ടും എനിക്ക് കാണുന്നുണ്ട്. ഒരു സപ്പോർട്ടായിട്ടൊരു വ്യക്തി, നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തി, സോൾമേറ്റ് പോലെ ഒരു വ്യക്തി, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് ആവാം, എന്തുമാവാം. ഓക്കെ, മെയിൻലി ഇവിടെ റിലേഷൻഷിപ്പിൻ്റെ എനർജി ഉണ്ട്. സോ നിങ്ങൾക്ക് ഒരു പുതിയ റിലേഷൻഷിപ്പ് വരുന്ന രീതിക്കായിരിക്കാം, അല്ലെങ്കിൽ ഉള്ള റിലേഷൻഷിപ്പ് തന്നെ ചിലപ്പോൾ ബെറ്റർ ആവുന്നതായിരിക്കും. ഓക്കെ, അവിടെ ഈ ഡെത്തും ട്രാൻസ്ഫോർമേഷനും ഒക്കെ നമ്മൾ പറയുമ്പോൾ ഒരു കാര്യം കൂടി ഉണ്ട്. ചില സിറ്റുവേഷൻസ് അത് ശരിയാവാനുള്ളതാണെങ്കിൽ അത് ശരിയായിട്ട് വരും. ഓക്കെ, അത് ബെറ്റർ ആയിട്ട് വരും. നമ്മൾ പറയില്ലേ ചില സമയത്ത് ചില എൻഡിങ്സ് ആവശ്യമാണെന്ന് പറയും. കാരണം ചില സമയം ആ സിറ്റുവേഷൻ ഒന്ന് ബെറ്റർ ആവാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങളൊന്നും അവസാനിക്കാനുണ്ടാവും. അതിനുശേഷം അത് ചിലപ്പോൾ നല്ല രീതിക്ക് അത് മാറിയിട്ട് നിങ്ങളുടെ ലൈഫിൽ നല്ലതാണെങ്കിൽ ഓക്കെ യൂണിവേഴ്സ് തന്നെ നിങ്ങൾക്കത് കൊണ്ടുവന്ന് തരും. സോ അങ്ങനെ ആവാം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ചിലപ്പോൾ ഒരു പുതിയ വ്യക്തിയായിരിക്കാം. സോ രണ്ടും കാണുന്നുണ്ട് ഇവിടെ. എന്തായാലും നിങ്ങളുടെ ലൈഫിൽ വളരെയധികം പോസിറ്റീവ് ഒരു ടൈമിലേക്ക് നിങ്ങൾ കടക്കുന്ന പോലെയാണ്. ഇവിടെ Ace of Swordsഉം വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട്, എന്തെങ്കിലുമൊക്കെ കോൺട്രാക്ട് സൈൻ ചെയ്യുന്നതായിട്ട്, എന്തെങ്കിലുമൊക്കെ നിങ്ങൾ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നു, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ചിലപ്പോൾ നിങ്ങളുടെ ടാലൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ പെർസ്യൂ ചെയ്യുന്നു. വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിന്ന് നിങ്ങൾ വളരെ ആക്ഷൻ എടുക്കുന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ എന്താ പറയുക ഇതൊരു ചിന്തിച്ചിരിക്കുന്ന സമയമാണ്. ഇത് നമ്മുടെ ഉള്ളിലേക്ക് പോയി മൗനമായിട്ടിരുന്ന് സൈലൻ്റ് ആയിട്ടിരുന്ന് മാറിയിരുന്ന് എല്ലാത്തിൽ നിന്നും മാറിയൊക്കെ നിൽക്കുന്നത്. പക്ഷെ അതിന് നേരെ തിരിച്ചാണ് ഇവിടെ വരുന്നത്. നിങ്ങൾ ഇനി മുന്നോട്ട് ആക്ഷൻ എടുക്കുന്ന രീതിക്കാണ് നിങ്ങൾ മാറി വരുന്നത്. സോ ലൈഫിനെ നമ്മൾ സ്വന്തം കയ്യിലെടുക്കുക എന്ന് പറയില്ലേ, ഐ തിങ്ക് അങ്ങനെ നിങ്ങൾ ആക്ഷൻസ് എടുക്കാൻ റെഡി ആയിട്ടാണ് എനിക്ക് ഇവിടെ കാണുന്നത്. സോ ചില കാര്യങ്ങൾ വിഷമിപ്പിക്കുന്ന ഇതുവരെയുള്ള പീരീഡ് ചിലപ്പോൾ നിങ്ങൾക്ക് വിഷമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ മേ ബി ഇനി മുന്നോട്ട് നിങ്ങൾക്ക് വളരെയധികം നല്ല ഒരു സമയം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അപ്പ് ആൻഡ് ഡൗൺ ഇല്ലാതെയൊന്നും ഇരിക്കില്ല, അത് നമുക്കറിയാലോ അല്ലേ. ഓക്കെ, ഞാൻ അതിൽ കൂടുതൽ നോക്കുന്നില്ല. ഇനി നിങ്ങൾക്ക് ഒറക്കിൾ കാർഡ്സും കൂടി നോക്കാം. യൂണിവേഴ്സ് എന്താ പറയുന്നത്, നിങ്ങൾക്ക് എന്തൊക്കെ പോസിറ്റീവായിട്ട് ഇനി മുന്നോട്ട് എന്തൊക്കെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. ഈ വിഷുക്കാലത്തിന് ശേഷം നിങ്ങളുടെ ലൈഫിൽ വരുന്ന കാര്യങ്ങൾ എന്തായിരിക്കും. സെൽഫ് കെയർ, മാനിഫെസ്റ്റ് യുവർ ഡ്രീംസ്, simplification. Okay, starting over. Very good. Take a step. Okay, അവിടെ 5 കാർഡ് ഞാൻ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ട്രസ്റ്റ് ഉണ്ടായിരുന്നു. ട്രസ്റ്റ് ഇൻ യുവർ സെൽഫ് ആൻഡ് ദ യൂണിവേഴ്സ്. ഹാവ് ഫെയ്ത്ത് ഇൻ ദ ഡിവൈൻ പ്ലാൻ ആൻഡ് ട്രസ്റ്റ് ദാറ്റ് എവറിത്തിങ് ഈസ് അൺഫോൾഡിങ് ആസ് ഇറ്റ് ഷുഡ്. എന്തും സംഭവിക്കുന്നത് നിങ്ങൾ യൂണിവേഴ്സിൽ ട്രസ്റ്റ് വയ്ക്കുക. അതായത് എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും അത് യൂണിവേഴ്സിൻ്റെ ഒരു പ്ലാൻ ആണ് എന്ന് മനസ്സിലാക്കുക. അതായത് നിങ്ങളുടെ ലൈഫിലേക്ക് നല്ലതെന്തെങ്കിലും കൊണ്ടുവരാനുള്ള ഒരു സമയമാവുമ്പോൾ അതെല്ലാം കാര്യങ്ങൾ നമ്മൾ നല്ലത് നടക്കാൻ വേണ്ടിയുള്ള ചില കാര്യങ്ങൾ സംഭവിക്കുന്നതാണ് എന്ന് വിചാരിച്ചാൽ മതി. യൂണിവേഴ്സിൽ ട്രസ്റ്റ് വയ്ക്കുക എപ്പോഴും. ആൻഡ് അതിൻ്റേതായ സമയങ്ങളിൽ എല്ലാ കാര്യങ്ങളും നടക്കും എന്ന് ട്രസ്റ്റ് വയ്ക്കാം. ഇവിടെ സെൽഫ് കെയർ ഉണ്ട്. സെൽഫ് കെയർ പറഞ്ഞപ്പോൾ പ്രാക്ടീസ് സെൽഫ് കെയർ.
എൻഷുർ യു ആർ ഗെറ്റിംഗ് ഇനഫ് റെസ്റ്റ് ആൻഡ് എൻഗേജിങ് ഇൻ ആക്ടിവിറ്റീസ് ദാറ്റ് ബ്രിങ് ജോയ് ഇൻ ടു യുവർ ലൈഫ്. ഓക്കെ, നിങ്ങളോട് പറയുന്നത് അവനവനെ കെയർ ചെയ്യുക, നിങ്ങൾക്ക് റെസ്റ്റ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക, നിങ്ങൾ റെസ്റ്റ് എടുക്കുക, നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ തുടങ്ങുക, നിങ്ങൾക്ക് പ്രിഫറൻസ് കുറച്ച് കൊടുക്കുക എന്നുള്ളത് സെൽഫ് ലവിലേക്ക് വരിക, അതാണ് മെയിനായിട്ട്. ഓക്കെ, ആൻഡ് ഇവിടെ യു ഹാവ് മാനിഫെസ്റ്റ് യുവർ ഡ്രീംസ്, യു ഹാവ് ദ പവർ ടു മേക്ക് തിങ്സ് ഹാപ്പൻ, ഇറ്റ്സ് ടൈം ഫോർ യു ടു ടേക്ക് ആക്ഷൻ വിത്ത് ഫെയ്ത്ത് ആൻഡ് കോൺഫിഡൻസ്, നോയിങ് ദാറ്റ് യുവർ ഏഞ്ചൽസ് ആർ ഗൈഡിങ് ആൻഡ് സപ്പോർട്ടിങ് യു എവറി സ്റ്റെപ്പ് ഓഫ് ദ വേ. ഇതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ട്, യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് ഉണ്ട്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവും. യൂണിവേഴ്സിൻ്റെയാണ് മെയിനായിട്ട്. നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും, ആൻഡ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യൂ എന്നാണ് പറയുന്നത്. മാനിഫെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ വെറും മാനിഫെസ്റ്റേഷൻ മെത്തേഡ് ചെയ്തിട്ട് കാത്തിരിക്കലല്ല. ഓക്കെ, നമ്മൾ അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ ചെയ്യണം, അല്ലേ? നമ്മൾ ഒരു കാര്യം അച്ചീവ് ചെയ്യാൻ വേണ്ടത് നമ്മൾ ശ്രമിക്കുകയും വേണം. സോ യെസ്, ഇവിടെ നിങ്ങളോട് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നത് നടക്കും എന്നാണ് പറയുന്നത്. ആൻഡ് ഇവിടെ സിംപ്ലിഫൈ യുവർ ലൈഫ് ആൻഡ് ഫോക്കസ് ഓൺ വാട്ട് ട്രൂലി മാറ്റേഴ്സ്. ഡീക്ലട്ടർ യുവർ മൈൻഡ് ആൻഡ് സറൗണ്ടിങ്സ് ഫോർ ഗ്രേറ്റർ ക്ലാരിറ്റി ആൻഡ് എഫക്റ്റീവ്നെസ്. ക്ലാരിറ്റിയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. ശരി, നിങ്ങളുടെ ലൈഫിൽ ഓക്കെ എന്താണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. എന്താണ് ശരിക്കും നമുക്കൊക്കെ ഇമ്പോർട്ടൻ്റ് എന്ന രീതിക്ക് ചിന്തിക്കുക. ഒരുപാട് കാര്യങ്ങൾ ലൈഫ് നിങ്ങളെ അറ്റൻഷൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിക്കുന്നുണ്ടാവും. പക്ഷേ ചിലത് നമ്മൾ പറയില്ലേ, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സമാധാനം, കുറച്ച് സന്തോഷം, കുറച്ച് സ്നേഹം, അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ അതിലേക്ക് നിങ്ങളുടെ ഫോക്കസ് കൊണ്ടുവരാം. ഓക്കെ, എന്തായാലും ശരി, സിംപ്ലിഫൈ എന്ന് പറയുന്നുണ്ട്. ഒരുപാട് ഓവർ കോംപ്ലിക്കേറ്റ് ചെയ്യേണ്ട ലൈഫിനെ. ഓക്കെ, ആൻഡ് സ്റ്റാർട്ടിങ് ഓവർ യു ആർ പ്രസൻറ്റഡ് വിത്ത് ഓപ്പർച്യൂണിറ്റി ഫോർ എ ഫ്രഷ് സ്റ്റാർട്ട്. ഓക്കെ, ആൻഡ് ഇതും ആക്ച്വലി ഈസ് ഓഫ് സോർട്ട്സ് നമുക്ക് ന്യൂ ബിഗിനിങ് എന്ന് വിളിക്കാറുണ്ട്. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ അതിന് വേണ്ടി ആക്ഷൻ എടുക്കുന്നതാണ്. സോ യെസ്, ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ന്യൂ ബിഗിനിങ്ങിനുള്ള അവസരം നിങ്ങൾക്ക് വരും. ആൻഡ് സ്റ്റാർട്ടിങ് ഓവർ എന്നാണ്, അതായത് എന്താണ്, ചില എൻഡിങ്സ് ഉണ്ടാവും, അല്ലേ? നമ്മുടെ ലൈഫിൽ തന്നെ ചില കാര്യങ്ങൾ എൻഡായാലും വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക എന്നാണ് പറയുന്നത്. സോ അങ്ങനെ ഒരു സ്റ്റാർട്ടിങ്ങിനുള്ള ഒരു അവസരം നിങ്ങൾക്ക് വരും. റിലീസ് റിഗ്രറ്റ്സ് ആൻഡ് എംബ്രേസ് ദ പ്രസന്റ് മൊമെന്റ് വിത്ത് ഓപ്പൺനെസ്. നമ്മൾ പാസ്റ്റിനെ കുറിച്ച് ഓർത്ത് റിഗ്രറ്റ് ചെയ്യാതിരിക്കുക. പാസ്റ്റിൽ അങ്ങനെ അവസാനിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റിപ്പോയി, കിട്ടിയില്ല എന്നൊന്നും ചിന്തിച്ച് വിഷമിക്കാതിരിക്കുക. മുന്നോട്ട് വരുന്ന ഓപ്പർച്യൂണിറ്റീസ് എടുക്കുക, അതിൽ മുന്നോട്ട് പോവാം. ഓക്കെ, ആൻഡ് ടേക്ക് എ സ്റ്റെപ്പ് അഗൈൻ. ആക്ഷൻ്റെ കാര്യമാണ്. എന്താ പറയുക, ലെറ്റ് ഗോ ഓഫ് ഓൾഡ് ബിലീവ്സ് ആൻഡ് പാറ്റേൺസ് ദാറ്റ് നോ ലോങ്ങർ സെർവ് യു. പ്രിപ്പയർ ടു സ്റ്റെപ്പ് ഔട്ട് ഓഫ് യുവർ കംഫർട്ട് സോൺ ഇൻ ഓർഡർ ടു ഗ്രോ. നിങ്ങളുടെ മനസ്സിൽ ചില തടസ്സങ്ങളുണ്ടാവും നമുക്കൊക്കെ. നമ്മുടെ വിശ്വാസങ്ങളായിരിക്കാം, ചിലപ്പോൾ ചിലത് നമ്മുടെ ചിന്താഗതികളായിരിക്കാം. സോ എന്തൊക്കെയോ നിങ്ങളോട് ചിലത് മാറ്റാൻ പറയുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ ആക്ഷൻ എടുക്കാൻ വേണ്ടി തയ്യാറാവാനാണ് പറയുന്നത്. നിങ്ങളുടെ ഒരു കംഫർട്ട് സോണിനും അപ്പുറം കോൺഫിഡൻസ് കൊണ്ടുവരിക. കോൺഫിഡൻസ് കൊണ്ടുവന്ന് നിങ്ങളൊരു ആക്ഷൻ എടുക്കുക എന്ന രീതിക്കാണ്. ആക്ച്വലി ഇതിൽ ഏഞ്ചൽ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്, ഞാൻ പറയാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും കാണുന്നുണ്ടോ നോക്കാം. ഓക്കെ, ഇല്ലെങ്കിലും കാരണം ഇതിൽ ഒരുപാട് ഏഞ്ചൽ നമ്പേഴ്സാണ് പറയാറ്. 7, 8, 9 ഉണ്ട് ഇവിടെ. 7, 8, 9 നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് സെൽഫ് കെയറിനെ കുറിച്ച് പറയുകയാണ് എന്ന് ഓർത്തോളൂ. ഓക്കെ, മാനിഫെസ്റ്റ് യുവർ ഡ്രീംസിന് വേണ്ടിയിട്ട് 4, 5, 6, അതായത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കാൻ പോകുന്നു എന്ന് നിങ്ങൾക്ക് ഒരു സൂചന തരുന്നത് 4, 5, 6. ഓക്കെ, ആ നമ്പർ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കാൻ പോകുന്നു എന്ന് പറയുന്നുണ്ട്. സിംപ്ലിഫിക്കേഷൻ. ഓക്കെ, ലൈഫിനെ ഒരുപാട് കോംപ്ലിക്കേറ്റ് ചെയ്യാതെ വളരെ നിങ്ങളുടെ സോളിന് ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്ന രീതിയിലൊരു പോയിന്റിങ് നമ്മളുണ്ടെങ്കിൽ 6, 5, 4 എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, ആ നമ്പേഴ്സ് നിങ്ങൾ കാണുന്നുണ്ടോ നോക്കാം. ആൻഡ് 2, 10, 210. ഓക്കെ, സ്റ്റാർട്ടിങ് ഓവർ. അതായത് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ അവസാനിച്ചിട്ടുണ്ടെങ്കിൽ ഈ 210 നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, അല്ലെ, ഒരു പുതിയ ബിഗിനിങ് വരാൻ പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. 535 ഉണ്ട് ഇവിടെ. ടേക്ക് എ സ്റ്റെപ്പിന്. ഓക്കെ, ഒരു ആക്ഷൻ എടുക്കാനുള്ള ഒരു സൈനായിട്ട് എടുക്കാം നിങ്ങൾക്ക് 535. ആൻഡ് ട്രസ്റ്റ് യൂണിവേഴ്സിൽ 232 ഉണ്ട് ഇവിടെ. സോ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ യൂണിവേഴ്സിൽ ഈ നമ്പർ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, അല്ലെ, യൂണിവേഴ്സിൻ്റെ കൂടെ ഉണ്ട്, കാര്യങ്ങളെല്ലാം നടക്കും എന്നൊരു വിശ്വാസം വയ്ക്കുക. സോ നമ്പേഴ്സ് കൂടി പറയാൻ വേണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് നോട്ട് ചെയ്തോളൂ. 232, 789, 456, 654, 210, 535. ഓക്കെ, സോ ഈ നമ്പേഴ്സിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കൂടുതൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു സൈനായിട്ട്, സൂചനയായിട്ട് നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, ഇതൊന്ന് വീണ്ടും വന്നൊന്ന് റിപ്പീറ്റ് ചെയ്ത് ഒന്ന് പോസ് ചെയ്ത് കേട്ട് നോക്കിക്കോളൂ ഏതാ നമ്പർ എന്നുള്ളത്. ഓക്കെ, സോ എന്തായാലും ശരി, എല്ലാവരും വളരെ പോസിറ്റീവായിട്ടിരിക്കുക. ആൻഡ് ഹാപ്പി വിഷു ഇൻ അഡ്വാൻസ്. ഞാൻ അറ്റ്ലീസ്റ്റ് ഒരു വിഷുവെങ്കിലും ഞാൻ ഇടാം, തീർച്ചയായിട്ടും അത്രയെങ്കിലും ഞാൻ ചെയ്യാം. സോ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. ആൻഡ് ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്കറിയാം ഒരുപാട് നമ്മുടെ ലൈഫിൽ ഇപ്പോൾ സ്ട്രെസ്സിൻ്റെ സമയമാണ്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. നല്ല ദിവസങ്ങളായിരിക്കട്ടെ എല്ലാവർക്കും. ആൻഡ് യൂണിവേഴ്സിനോട് എപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ദൈവത്തിനോട് പ്രാർത്ഥിക്കാം. നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.